രൂപ റെഫറൽ ബോണസ്. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ 1,65,000 ഇൻസെന്റീവ്. ടോട്ടൽ 4,65,000 രൂപ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വാങ്ങി, ചിലപ്പോൾ നമ്മൾ 15,000 EMI ആയിരിക്കാം, അല്ലെങ്കിൽ 1 ലക്ഷത്തോടെ പാർട്ണർഷിപ്പ് ആയിരിക്കാം, വാട്ടെവർ അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? ഒരാൾക്ക് ഇത് കൊണ്ട് വയനാട് കൊണ്ട് കാണിച്ച് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ റെഡി കേസ് വാങ്ങിക്കുന്നു. കിട്ടുന്ന ഒരു എമൗണ്ട് 3 ലക്ഷം രൂപയും 1,65,000 ഇൻസെന്റീവ്. ടോട്ടൽ 4,65,000. അതേസമയം അവരും നമ്മളെ പോലെ 1 ലക്ഷം രൂപയുടെ പാർട്ണർഷിപ്പ് മാത്രം എടുക്കുന്നുണ്ടെങ്കിലോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻസെന്റീവ് 5,000 രൂപ. അതായത് 3 ലക്ഷം രൂപേനെ 60 മുറിച്ചു. അല്ലെ, 60 × 5,000 3 ലക്ഷം. അപ്പൊ നിങ്ങൾ 1 ലക്ഷം കൊടുത്തപ്പോ 5,000 കിട്ടി. ഇത് ഒരുമിച്ച് ഒരു 60 ലക്ഷം രൂപ കാത്തു നിൽക്കണ്ട. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഇൻസ്റ്റന്റ് പ്രോഫിറ്റ്. ഒരു കോട്ടേജിന്റെ പാർട്ണർഷിപ്പിലേക്ക് വേണ്ടി 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നാളെ തന്നെ അതിന്റെ പ്രോഫിറ്റ് ഷെയർ അക്കൗണ്ടിൽ കയറി. 60 ലക്ഷം രൂപ ഒരു കസ്റ്റമർക്ക് വിൽക്കുന്നു, നാളെ 465 കയറി. ഓക്കെ, അപ്പൊ ഇത് ഒരുമിച്ച് ചെയ്താലും പാർട്ടായിട്ട് ചെയ്താലും പേ ഔട്ട് പിറ്റേ ദിവസം ഇൻസ്റ്റന്റ്. കമ്പനി തുടങ്ങിയിട്ട് 5 കൊല്ലേ, ഇന്നേ വരെ ഒരു ദിവസം പോലും നമ്മളതിന് മുടക്കം വരുത്തിയിട്ടില്ല. ഇന്നലെ ICICI ബാങ്കിന്റെ ചെറിയ എറർ വന്നു. അപ്പൊ തന്നെ എന്ത് ചെയ്തു? ആ അക്കൗണ്ട് അവിടെ നിൽക്കട്ടെ അല്ലെ, സബ്സ്റ്റിറ്റ്യൂട്ട് മറ്റൊരു അക്കൗണ്ട് വന്നു അല്ലെ. എന്ത് ചെയ്തു? ഒറ്റ ദിവസം പോലും പേ ഔട്ട് മുടങ്ങാൻ പാടില്ല. അത് കമ്പനി എത്തിക്സാ. അതായത് പാടത്ത് പണി വരമ്പത്ത് കൂലി, പിന്നക്കൽക്കുള്ള ഒരു പണി ഇവിടെ ഇല്ല അല്ലെ. നമ്മൾ ഡിവിഡൻഡ് വാങ്ങുന്നുണ്ട്, ഒരു ദിവസം തെറ്റിച്ചിട്ടുണ്ടോ? നോ. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരാൾക്ക് കൊടുത്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് 4,65,000. ഇത് 2 പേരിലേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലോ 6 ലക്ഷം രൂപ പ്ലസ് ഇൻസെന്റീവ് വരുമ്പോ 9.5 ലക്ഷം രൂപയോളം കിട്ടുന്നു. അതേസമയം 1 ലക്ഷം രൂപയുടെ 2 എണ്ണാണെങ്കിലോ 10,000 rupees പ്ലസ് ഇൻസെന്റീവ് അല്ലെ. അങ്ങനെ 1 ലക്ഷം രൂപയുടെ 4 പാർട്ണർഷിപ്പ്, 4 എണ്ണം വരുമ്പോ 1 ലക്ഷം രൂപയുടേതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ് 23,600 രൂപ. നിങ്ങൾക്ക് ഏൺ ചെയ്യാം 23,600. അതേസമയം 4 റെഡി ക്യാഷ് ആണെങ്കിലോ, 4 റെഡി പേയ്മെന്റ് ആണെങ്കിൽ 21,18,000. 4 1 lakh ആണെങ്കിൽ 23,600. ഞാൻ പറഞ്ഞു നിങ്ങൾ റെഡി ക്യാഷിന് പിന്നാലെ പോണ്ട. വെരി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ മതി? 1 lakh അല്ലെ. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല, വേണ്ട. എനിക്ക് വിൽക്കാൻ അറിയില്ല, വേണ്ട.